ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് സ്നേക്കഡ് ഓടിക്കാൻ നിൽക്കുന്നത് ബ്രാവോയുടെ പാണ്ട എന്നുള്ള ഫ്രോഗായിട്ടാണ്. നമ്മളതിൻ്റെ പാണ്ട കിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ചെറുതാണ്. ഇത് ഇച്ചിരി അത്യാവശ്യം വലിയ ഫ്രോഗാണ്. നല്ല റബ്ബർ ക്വാളിറ്റി ഒക്കെ ഉള്ള ഫ്രോഗാണ് കേട്ടോ, നല്ല ഇതാണ്. അതുപോലെ തന്നെ നല്ല ഹുക്കപ്പ് റേഷ്യോ ഒക്കെ ഉള്ള ഫ്രോഗാണ് കേട്ടോ, കുറച്ചുകൂടി വലുതാണ്. നമുക്കിപ്പോൾ ഇത് വെച്ചാണെങ്കിൽ ഈവൻ ചെറുമീൻ വാഹയൊക്കെ ഒരു ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡബിൾ സ്പിന്നറൊക്കെ ആയിട്ട് വരുന്നത് ഒരു 14 ഗ്രാമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രാവോയുടെ പാണ്ട ഇട്ട് നോക്കാവേ. നമ്മളിപ്പോൾ ഇന്ന് ബ്രാവോയുടെ പാണ്ട ഇടുവാണ് കേട്ടോ, നമുക്ക് ഇട്ട് നോക്കാം. അടിച്ച് മീൻസ് മീനടിച്ചേ, വരാലടിച്ചു കേട്ടോ. അടിച്ചടിച്ചടിച്ച് പാണ്ടാക്കകത്ത് വരാനടിച്ചേ. പോണ്ടേ അത്യാവശ്യം സൈസ് തന്നെ കേട്ടോ. ഫ്രണ്ട്സ്, പാണ്ടയിൽ വരാനടിച്ചിരുന്നുണ്ടോ, ഹുക്ക് കയറിയിട്ടുണ്ട്. ഒരു ഹുക്ക് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്, പോകത്തില്ല കേട്ടോ. എടുക്കാൻ പറ്റിയ സൈസാണ് നോക്കി. ഈ ഒരു വലിപ്പമുണ്ട് സാധനം കേട്ടോ. നമ്മുടെ കൈയുടെ വശത്തിന് എഴുതാൻ നീളമുള്ളൊരു വരാല് പാണ്ട. കന്നഡ ഹുക്ക് കണ്ടോ, ഒരെണ്ണം കയറുള്ളൂ. പക്ഷെ ഹുക്ക് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്, പോകത്തില്ല, ഒരു പോകത്തില്ല, നല്ല ഹുക്കാണ്. നമുക്ക് ഊരിയിട്ടേക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഫ്രോഗ് മാറ്റി ഒന്ന് കോമാക്കി കേട്ടോ. ഉണ്ടോ അവിടെ അടിച്ച്. ഫ്രണ്ട്സ്, അടിപൊളി വരാൽ സൈസാണ്, നല്ല അടിപൊളി സൈസ്. കോമ അങ്ങോട്ട് ഇറങ്ങിയത് അടിച്ചതേ വരുന്നു. പൊളി സാധനം, ഇടിയും തോന്നും. അതുകൊണ്ട് സൂപ്പർ. അടിപൊളി. 1/2 കിലോ ഉണ്ട് കേട്ടോ സൈസ് വരാൽ. അതുകൊണ്ടോ കോമ വിഴുങ്ങി എൻ്റെ വായിക്കകത്ത് കയറി. നേരത്തെ ഇട്ടതിനേക്കാളും വലുതാണ്. നല്ല ഉക്കായിട്ടുണ്ട്, അതുകൊണ്ട് പോകത്തില്ല. കണ്ടോ ഫ്രണ്ട്സ്, കോമോ ഇരിക്കുന്നുണ്ടോ വൈകാത്ത കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉക്കായിട്ടുണ്ട്. ഒരു ഇടാവേ സൈസ് ഉണ്ട് കേട്ടോ. നോക്കി, ഈ ഒരു വലിപ്പമുണ്ട് ഉണ്ടോ. നേരത്തെ കിട്ടിയതിനേക്കാളും വലുത്. അത് കൈ വെച്ച് നോക്കുമ്പോൾ കണ്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. തെറിച്ച് ചാടിപ്പോയി കഴിഞ്ഞാൽ പോയി.